അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റീം ടർബൈൻസ് ആണ്. അപ്പൊ നമ്മള് എന്തിനാണ് ഈ പറയുന്ന ബോയിലർ ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റീം ഉണ്ടാക്കാനുള്ള റീസൺ നമ്മൾ പറഞ്ഞായിരുന്നു. സ്റ്റീം ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പവർ ജനറേഷൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ. അപ്പൊ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനറേറ്റർ വേണം. ഇനി ഈ ജനറേറ്ററിനെ കറക്കാനായിട്ടാണ് നമുക്ക് ടർബൈനെ വേണ്ടത്. അത് ടർബൈൻ കറങ്ങുമ്പോൾ ആ ടർബൈന്റെ ഷാഫ്റ്റ് നമ്മൾ നേരെ ജനറേറ്ററിലോട്ട് അപ്ലൈ ചെയ്തിരിക്കും, ഇത് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ ടർബൈൻ കറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റർ ഓപ്പറേറ്റർ ആവും. ജനറേറ്റർ ഓപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും, നമ്മൾ പവർ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ സ്റ്റീമിനെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ ടർബൈനെ കറക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ പറയുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം ഒക്കെ പോകുന്നത് ടർബൈനിലോട്ടാണ്. അപ്പൊ ഈ പറയുന്ന ടർബൈനിന്റെ ബ്ലേഡുകളെ കറക്കുക എന്നുള്ളതാണ് സ്റ്റീമിന്റെ പണി. അങ്ങനെ രണ്ട് രീതിയിൽ ടർബൈനെ കറക്കും. അതിന് ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ടർബൈനുകൾ നമുക്ക് പഠിക്കാണ്ട്, ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. പക്ഷെ കോമൺ ആയിട്ട് എന്താണ് ടർബൈന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പറയാനുള്ള കാര്യം, സ്റ്റീമിന്റെ എനർജീനെ എന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ടുള്ള എനർജിയാണ്, തെർമൽ എനർജിയാണ്. ഈ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് നമ്മുടെ ടർബൈൻ കറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി അത് മെക്കാനിക്കൽ എനർജിയാണ്. സ്റ്റീമിന്റെ തെർമൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റീം ടർബൈനുകളുടെ പണി. ടർബൈൻ കറങ്ങി കഴിഞ്ഞാൽ ജനറേറ്റർ കറങ്ങി, ജനറേറ്റർ കറങ്ങി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അതിന്റെ താഴത്തെ ആളാണ് ഇമ്പൾസ് ടർബൈൻ. ഇപ്പൊ ഇമ്പൾസ് ടർബൈൻ വരുമ്പോൾ അതിന്റെ അകത്ത് പാർട്സുകൾ നമുക്ക് നോക്കാം. അതിന്റെ അകത്ത് നടുക്കിരിക്കുന്ന റണ്ണർ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഇതിനെയാണ് നമുക്ക് കറക്കേണ്ടത്. ആ റണ്ണറിന് ചുറ്റും ബ്ലേഡുകൾ ഉണ്ട്. പക്ഷെ ആ ബ്ലേഡുകളുടെ ഷേപ്പ് ബക്കറ്റ് ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ബക്കറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇതിന്റെ പേര് ഇമ്പൾസ് എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഇമ്പൾസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തല്ലുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് ഇല്ലേ, പെട്ടെന്ന് ഉണ്ടാവുന്ന വലിയ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാറ് കേടായിട്ട് അതിന് തള്ളി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളി തള്ളി കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക, കുറെ നേരം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോഴ്സ് ആണത്. പക്ഷെ നമ്മളിപ്പോ ഒരു ബോളർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അതിനെ അടിക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് വളരെ കുറച്ച് നേരത്തേക്കുള്ളൂ. ഒറ്റ അടിക്കുന്ന സമയം മാത്രമേ ഫോഴ്സ് കൊടുക്കുള്ളൂ. പക്ഷെ ആ ഫോഴ്സ് ഭയങ്കര വലുതാണ്. അതിനകത്ത് ആ ബോൾ തെറിച്ച് വേറെ സ്ഥലത്തോട്ട് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് നേരം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വലിയ ഫോഴ്സ് ഒരു മില്ലി സെക്കൻഡ് ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് വലിയ ഫോഴ്സ് ആയിരിക്കും. അതായത് പറഞ്ഞാൽ തല്ലി അടിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. അപ്പൊ ഇവിടെ ഇമ്പൾസ് ഉണ്ടാവുന്ന എങ്ങനെയായിരിക്കും, നമ്മുടെ ബ്ലേഡുകൾക്ക് ബക്കറ്റ് ഷേപ്പാണ്. ആ ബക്കറ്റിലോട്ട് നമ്മുടെ സ്റ്റീം നല്ല സ്പീഡിൽ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തല്ലുന്ന പോലത്തെ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവും. ആ ഫോഴ്സാണ് ഇമ്പൾസ്. അപ്പൊ ഇവിടെ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലേഡുകളെ ബക്കറ്റ് ഷേപ്പുള്ള ഈ ബ്ലേഡുകളെ കറക്കാനായിട്ട് നല്ല വെലോസിറ്റിക്ക് സ്റ്റീം ഒന്ന് ഇടിക്കണം. അപ്പൊ അതിനുവേണ്ടി സ്റ്റീമിന്റെ വെലോസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ പൈപ്പിന്റെ അറ്റത്ത്, സ്റ്റീം കടന്നു വരുന്ന പൈപ്പിന്റെ അറ്റത്ത് നോസിൽ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. ഇനി നോസിൽ എന്താണെന്ന് നിങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കി വെച്ചോളാം. നോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏരിയ കുറയുന്ന ഒരു പൈപ്പാണ്. ഇങ്ങനെ ഏരിയ കുറഞ്ഞ് ഇങ്ങനെ കൂർത്ത് വരുന്ന ഒരു പൈപ്പാണ്. തുടക്കത്തിൽ അതിന് ഏരിയ കൂടുതലായിരിക്കും, അവസാനത്തിലോട്ട് വരുമ്പോൾ അതിന് ഏരിയ കുറവായിരിക്കും. അത് വെലോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ വീട്ടിലൊക്കെ ചെടി നനയ്ക്കുന്ന പൈപ്പിന്റെ അറ്റ നമ്മൾ അടച്ചു പിടിക്കുന്ന എന്തിനാ, അതിന്റെ വെലോസിറ്റി കൂട്ടാനല്ലേ. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏരിയ കുറയുമ്പോൾ അവിടെ വെലോസിറ്റി കൂടും. അത് പക്ഷെ ഡയറക്റ്റ് നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു വരുന്നത്. അതായത് സ്റ്റീം ഇതിന്റെ അകത്ത് കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോസിലൂടെ കടന്നു പോകുന്ന സമയത്ത് വെലോസിറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പ്രഷറിനെ പറ്റി പറഞ്ഞിരിക്കണം. കടന്നു പോകുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യണം. അതായത് പ്രഷർ കുറയാണ് ചെയ്യണം. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കുന്ന ആളാണ് വെലോസിറ്റി. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ വെലോസിറ്റി കൂടും. ഇനി അപ്പൊ നിങ്ങൾ നോസിലിനെ പറ്റി ഇനി എവിടെ പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. നോസിലിന്റെ അകത്തേക്കൂടെ ഒരു സാധനം കടന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ ഒറ്റയടിക്ക് കുറയും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനമായിട്ട് വെലോസിറ്റി കൂടും. അതാണ് പറയുന്നത്. ഇനി ഇവിടെ വെലോസിറ്റി കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. ഇനി അപ്പൊ നല്ല കൈനറ്റിക് എനർജി അല്ലെങ്കിൽ നല്ല വെലോസിറ്റിയിൽ വരുന്ന ഈ സ്റ്റീം നമ്മുടെ ബക്കറ്റിലേക്ക് ഒന്ന് ഇടിക്കുന്ന സമയത്ത് ഈ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇമ്പൾസ് ടർബൈന്റെ അകത്ത് വരുന്ന പാർട്സ് റണ്ണർ, ആ റണ്ണറിന്റെ ചുറ്റുമുള്ള ബ്ലേഡിന്റെ ഷേപ്പ് ബക്കറ്റ്. ഇനി നല്ല സ്പീഡുള്ള സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ നോസിൽ യൂസ് ചെയ്യും. നോസിലിന്റെ അകത്തോടെ സ്റ്റീം കടന്നു പോകുന്ന സമയത്ത് പ്രഷർ ഡിക്രീസ് ആവും, വെലോസിറ്റി കണ്ടമാനം കൂടും. വെലോസിറ്റി കൂടുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇനി ബക്കറ്റിൽ നിന്ന് ഇടിക്കുന്ന സമയത്ത് ഈ കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ഇതാണ് ഇമ്പൾസ് ടർബൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ ടർബൈൻ ആണ്. പക്ഷെ ഇവിടെ ബ്ലേഡുകളിലോട്ട് നമ്മൾ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ ആ ബ്ലേഡിലോട്ട് നല്ല ശക്തമായ വെലോസിറ്റി സ്റ്റീം ഒന്ന് ഇടിക്കുകയല്ലേ ചെയ്യണേ. അങ്ങനെ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇമ്പൾസ് ടർബൈൻ തന്നെ പേരോട് കാരണം. പക്ഷെ അങ്ങനെ ഇവിടെ ഇടിച്ചുണ്ടാക്കുന്ന ഫോഴ്സ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പകരം ഇവിടെ യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫോഴ്സാണ്. അതായത് ഈ പറയുന്ന ബ്ലേഡിലോട്ട്, ഇതിപ്പോ ബ്ലേഡാന്ന് വിചാരിക്കുക, ആ ബ്ലേഡിലോട്ട് സ്റ്റീം ഡയറക്റ്റ് വന്ന് ഇങ്ങനെ ഇടിക്കില്ല. ആ കുറെ ബ്ലേഡുകൾ ഉണ്ടാവും.
ഇങ്ങനെ കുറെ ബ്ലേഡുകൾ ഉണ്ടാവും, 1, 2, 3 പറഞ്ഞ ഒരുപാട് ബ്ലേഡുകൾ ഉണ്ടാവും. ഈ ബ്ലേഡുകളുടെ ഇടയിൽ കൂടെ സ്റ്റീം ഇങ്ങനെ കടന്നു പോകുള്ളൂ. സ്റ്റീം ഇങ്ങനെ ഇവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. ആ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ടൈപ്പ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ പേരാണ് റിയാക്ഷൻ ഫോഴ്സ്. ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ചിട്ടുണ്ടാവുന്ന ഫോഴ്സ് അത്. എവരി റിയാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സാധനം ഒരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ ഉണ്ടാവും. ഈ റിയാക്ഷൻ ഇവിടെ എന്താണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. വാട്ടർ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് മേലോട്ട് നമ്മള് റീൽസിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അടിയിലോട്ട് ഇങ്ങനെ വെള്ളം നല്ല ശക്തമായിട്ട് വെള്ളം ഇങ്ങനെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മേലോട്ട് പൊങ്ങും. അല്ലെങ്കിൽ നിങ്ങളൊരു പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്യാം. ആ പൈപ്പ് ഇങ്ങനെ സെന്റർ പോയിന്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഈ പൈപ്പിന്റെ അകത്തെ കൂടെ ശക്തമായിട്ട് പുറത്തുനിന്ന് വെള്ളം നമ്മൾ എടുത്തിട്ട് വെള്ളം പുറത്തോട്ട് ഇങ്ങനെ ബാക്കോട്ട് പമ്പ് ചെയ്യാണ്. വെള്ളത്തിന് നമ്മൾ പമ്പ് ചെയ്ത് പുറത്തോട്ട് വിടുന്നത് ഈ ഡയറക്ഷനിലാണ്. പക്ഷെ ഈ പറയുന്ന പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സാധനം കറങ്ങാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും കറങ്ങാൻ പോകുന്നത്. ഈ ഡയറക്ഷനിലായിരിക്കും കറങ്ങാൻ പോകുന്നത്. കാരണം എന്താ? റിയാക്ഷൻ ആണ്. ഇങ്ങടേക്കാണ് വെലോസിറ്റി. ആ വെലോസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റീം എങ്ങടേക്കാണോ അല്ലെങ്കിൽ വെള്ളം എങ്ങടേക്കാണോ കടന്നു പോയാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഈ പറയുന്ന പൈപ്പ് കറങ്ങണം. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ ഫോഴ്സ്. ആക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന റിയാക്ഷൻ ഫോഴ്സ്. ഇപ്പൊ റോക്കറ്റ് ഒക്കെ പോകുന്ന സമയത്ത് താഴത്തോട്ട് ഇങ്ങനെ നമ്മള് പ്രൊപ്പൽഷൻ സംഭവിക്കണം നമ്മൾ കാണാറുണ്ട്. അന്നേരം നേരെ മേലോട്ടാണ് നമ്മുടെ റോക്കറ്റ് നേരെ മേലോട്ട് പൊങ്ങി പോണത് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ബ്ലേഡുകളുടെ ഇടയിൽ കൂടെ ഈ പറയുന്ന സ്റ്റീം നല്ല വെലോസിറ്റിയിൽ കടന്നു പോകുന്ന സമയത്ത് ഇവിടെ റിയാക്ഷൻ അനുഭവപ്പെടും. ആ റിയാക്ഷൻ മൂലം ഈ പറയുന്ന ബ്ലേഡുകൾ കറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്കിവിടെ നല്ല വെലോസിറ്റി വേണം. അത് നമുക്ക് മനസ്സിലായി. ഇനി അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ടർബൈന്റെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആദ്യത്തെ ആള് സ്പൈറൽ കേസിംഗ്. സ്പൈറൽ കേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടർബൈന്റെ പുറമോടിയാണ്. അത് കവറിംഗ് എന്നൊക്കെ പറയാം. അകത്തുള്ള ബ്ലേഡുകളുടെ പുറത്തുള്ള കവറിംഗ് ആണ് സ്പൈറൽ കേസിംഗ്. ഇനി അതിന്റെ പ്രത്യേകത, അതിന് തുടക്കത്തിൽ വീതി കൂടുതലും അകത്തോട്ട് വരുന്തോറും വീതി കുറഞ്ഞാണ് തന്നെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റീം ഇങ്ങനെ ദൂരം സഞ്ചരിക്കും തോറും അതിന്റെ വെലോസിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് വെലോസിറ്റി കുറയരുത്. വെലോസിറ്റി അതുപോലെ തന്നെ നിലനിർത്തണം. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഏരിയ കുറച്ച് കൊണ്ടുവരും. അപ്പൊ വെലോസിറ്റി ഇവിടെ നിങ്ങളിലേക്ക് പോകുമ്പോൾ കുറയുന്നതിന് പകരം വെലോസിറ്റി കുറച്ച് കൂടി നമുക്ക് വേണ്ട അതേ വെലോസിറ്റി തന്നെ നമുക്ക് സ്റ്റീമിനെ നിലനിർത്താനായിട്ട് സാധിക്കും. ശരിക്കും വെലോസിറ്റി കുറഞ്ഞായിരുന്നു ദൂരെ സഞ്ചരിക്കുമ്പോൾ, പക്ഷെ ഏരിയ കുറയുന്നതുകൊണ്ട് എത്രയായിരുന്നോ ഇവിടെ കയറുമ്പോണ്ടായിരുന്ന വെലോസിറ്റി അതേ വെലോസിറ്റി തന്നെ നിലനിൽക്കും. അപ്പൊ വെലോസിറ്റി കുറഞ്ഞു പോകാതെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈറൽ കേസിംഗ്, സാധാ കേസിംഗ് അല്ലാതെ സ്പൈറൽ കേസിംഗ് യൂസ് ചെയ്യാനുള്ള കാരണം. ഇനി ബ്ലേഡുകളെ രണ്ട് സെറ്റായിട്ടാണ് വെച്ചേക്കണേ. ഒന്നിനെ നമ്മൾ ഗൈഡ് ബ്ലേഡ് അല്ലെങ്കിൽ ഗൈഡ് വെയിൻസ് വിളിക്കും. വെയിന്റെ അർത്ഥം ബ്ലേഡ് തന്നെയാണ്. അപ്പൊ സ്റ്റേഷനറി ബ്ലേഡ് എന്ന് തന്നെ പറയാറുണ്ട്. സ്റ്റേഷനറി ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അത് അനങ്ങാതിരിക്കുന്ന അനക്കമില്ലാത്ത ബ്ലേഡുകളാണ്. അതിന്റെ നടുക്ക് ഈ വെള്ളവട്ടത്തിന്റെ അകത്ത് കാണുന്ന ബ്ലേഡുകൾ റണ്ണർ ബ്ലേഡാണ്. ഈ ബ്ലേഡുകളാണ് നമുക്ക് കറക്കേണ്ടത്. അപ്പൊ കറങ്ങുന്ന ബ്ലേഡ് അകത്തുണ്ട്, കറങ്ങാത്ത ബ്ലേഡ് പുറത്തുണ്ട്. ഇങ്ങനെ ഇതിന്റെ സെറ്റായിട്ടാണ് നമ്മുടെ റിയാക്ഷൻ ടർബൈൻസ് വരുന്നത്. ഇനി നമ്മുടെ സ്പൈറൽ കേസിന് വെലോസിറ്റി നിലനിർത്തി ഞാൻ പറഞ്ഞു. നീ പറയുന്ന ഗൈഡ് വെയിൻസിന്റെ അകത്തേക്കൂടെ ഒക്കെ ആരോ മാർഗം കാണാൻ പറ്റുന്നത്. ഇതിന്റെ അകത്തേക്കൂടെ ഒക്കെ ഈ പറയുന്ന സ്റ്റീം കടന്ന് നേരെ റണ്ണറിലോട്ട് ചെല്ലും. അപ്പൊ സ്റ്റീം ഇങ്ങനെ കടന്ന് അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് ആ ഗൈഡ് വെയിൻസിന്റെ പണി രണ്ടാണ്. അതിന്റെ അകത്ത് ഒന്നാമത്തെ അതിന്റെ പേര് തന്നെയുണ്ട് ഗൈഡ്. അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ റണ്ണർ ബ്ലേഡിലോട്ട് ഗൈഡ് ചെയ്യാം, നന്നായിട്ട് എത്തിക്കുക സ്റ്റീമിനെ. രണ്ടാമത്തെ പണി അതിന്റെ ഷേപ്പിലുണ്ട്. ഇവിടെ നിങ്ങൾ അതിന്റെ ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നോസിൽ പോലെയാ. തുടക്കത്തിൽ ഏരിയ കൂടുതലും പുറത്തോട്ട് എത്തുന്നവരും ഏരിയ കുറയാണ് ചെയ്യണേ. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയാം അവിടെ വെലോസിറ്റി കൂടുമെന്ന് അറിയാം. അവിടെ പ്രഷർ ഡ്രോപ്പ് ആവും, പകരം അവിടെ വെലോസിറ്റി കൂടും. അപ്പൊ ഗൈഡ് വെയിൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആദ്യം ഒന്ന് വെലോസിറ്റി കൂടും. ഇനി ഈ പറയുന്ന ഹൈ വെലോസിറ്റിയിലുള്ള സ്റ്റീം ഈ പറയുന്ന റണ്ണർ ബ്ലേഡുകളുടെ ഇടയിൽ കൂടെ കടന്നു പോകും. ഈ കാണുന്നതൊക്കെ റണ്ണർ ബ്ലേഡാ, അതിന്റെ ഇടയിൽ കൂടെ കടന്നു പോകും. ഇനി റണ്ണർ ബ്ലേഡിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. റണ്ണർ ബ്ലേഡിന്റെ ഷേപ്പ് എല്ലാം എയറോഫോയിൽ ഷേപ്പാണ്. അതായത് ഇങ്ങനെ ഒരു ഷേപ്പാണ്. പ്രോപ്പറായിട്ട് ഇങ്ങനെ ലട വരയ്ക്കുമ്പോൾ തെറ്റിപ്പോണേ. അതായത് ഇങ്ങനെ ഒരു ഷേപ്പാണ് ബ്ലേഡുകൾക്കുള്ള. ഈ ഷേപ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ പ്ലെയിന്റെ ഒക്കെ ചിറകിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ എയറോഫോയിൽ ഷേപ്പാണ്. അപ്പൊ ഈ എയറോഫോയിൽ ഷേപ്പ് കൊടുക്കാനുള്ള റീസൺ, ഇപ്പൊ പ്ലെയിനിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എയറോഫോയിൽ ഷേപ്പ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നല്ല ഹൈ വെലോസിറ്റിയിൽ നമ്മുടെ സ്റ്റീം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലോ, ആ തള്ളുണ്ടല്ലോ, ആ തള്ളു കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എയറോഫോയിൽ ഷേപ്പ് യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഈ എയറോഫോയിൽ ഷേപ്പുള്ള ബ്ലേഡുകളുടെ ഇടയിൽ കൂടെ, റണ്ണർ ബ്ലേഡുകളുടെ ഇടയിൽ കൂടെ സ്റ്റീം നല്ല വെലോസിറ്റിയിൽ കടന്നു പോകുന്ന സമയത്ത്
റണ്ണർ ബ്ലേഡ്സ് റിയാക്ഷൻ ഫോഴ്സ് മൂലം കറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കറങ്ങി കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ആക്കി. ഇങ്ങനെയാണ് റിയാക്ഷൻ ടർബൈൻ വർക്ക് ചെയ്യുന്നത്. റിയാക്ഷൻ ടർബൈൻ ഒന്നുകൂടെ പറയാം. സ്പൈറൽ കേസിംഗിന്റെ അകത്ത് ഏരിയ കുറഞ്ഞു വരാനുള്ള കാരണം വെലോസിറ്റി കുറഞ്ഞ പോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഗൈഡ് വെയിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൈഡ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡുകൾ രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഗൈഡ് വെയിൻസും ഉണ്ട്, റണ്ണർ ബ്ലേഡ്സും ഉണ്ട്. ഗൈഡ് വെയിൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ബ്ലേഡ് ആണ്. റണ്ണർ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ബ്ലേഡ് ആണ്. അപ്പൊ ഗൈഡ് വെയിൻസിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ഗൈഡ് വെയിൻസ് ഈ സ്റ്റീമിനെ ഗൈഡ് ചെയ്യും. രണ്ടാമത് അതിന്റെ ഷേപ്പ് ഒരു നോസിൽ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് വെലോസിറ്റി കൂടും, സ്റ്റീമിന്റെ സ്പീഡ് കൂടും. ഇനി ഈ ഹൈ വെലോസിറ്റി സ്റ്റീം റണ്ണർ ബ്ലേഡുകളുടെ ഇടയിൽ കടന്നു പോകുന്ന സമയത്ത് ഈ റണ്ണർ ബ്ലേഡുകളുടെ ഷേപ്പ് എയറോഫോയിൽ ഷേപ്പാണ്. എയറോഫോയിൽ ഷേപ്പ് റിയാക്ഷൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് മൂലം നമ്മുടെ റണ്ണർ ബ്ലേഡ് ശക്തമായിട്ട് കറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. റണ്ണർ ബ്ലേഡ് കറങ്ങി നമ്മൾ അവിടെ മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് റിയാക്ഷൻ ടർബൈന്റെ വർക്കിംഗ്.